മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ട് അറിയിച്ച് സംസ്ഥാന സർക്കാർ. ഡൽഹി കേരള ഹൗസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ആശാ വർക്കേഴ്സിന്റെ സമരം ചർച്ചയായില്ല എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമാണെന്നും ആശാ വർക്കേഴ്സിന്റെ സമരം കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാമായിരുന്നെന്നും KC വേണുഗോപാൽ MP ഇന്ന് പ്രതികരിച്ചു. രാവിലെ 9 മണിയോടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ എത്തിയത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നത്. 45 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ അരമണിക്കൂറോളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുത്തു. പ്രൊഫസർ KV തോമസും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകും ചർച്ചയുടെ ഭാഗമായി. വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത്, വിഴിഞ്ഞം തുറമുഖം, വായ്പാ പരിധി, എയിംസ് തുടങ്ങിയവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. എന്നാൽ ആശാ വർക്കേഴ്സ് വിഷയം ചർച്ചയായില്ല. മുഖ്യമന്ത്രിയോ കേന്ദ്ര ധനമന്ത്രിയോ വിഷയം ഉന്നയിച്ചില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ആശാ വർക്കേഴ്സിന്റെ സമരം ഉന്നയിക്കേണ്ടതായിരുന്നുവെന്ന് KC വേണുഗോപാൽ MP. മുഖ്യമന്ത്രി ആ ചർച്ചയിൽ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ വിഷയം കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആകെ ഒരു ശ്രദ്ധയുള്ളത് ഈ വൻ നിക്ഷേപങ്ങളും വൻ മുതലാളി സംരംഭങ്ങളും. ഇവിടെ ഇപ്പോൾ കടൽമണ്ഡലത്തിൻ്റെ കാര്യത്തിൽ മോഡി ചെയ്യുന്നത് പോലെ തന്നെ അത്രയുള്ള കണ്ണാണ് പാവപ്പെട്ട ആശാ വർക്കർമാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കണം. കാരണം അവിടെ ഒരുപാട് ഡ്യൂ ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്. കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി അറിയിച്ചതായാണ് വിവരം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കൂടിക്കാഴ്ച അനൌദ്യോഗികമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.